ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇരുളും വെളിച്ചവും ഭൂമിയെ ഭരിക്കുന്നു. രാത്രിയും പകലുമായിട്ട് ഭൂമിയിലെ ജീവിതം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി കൂരിരുട്ടിനാൽ നിറഞ്ഞിരുന്നുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളും പകലിനെ നന്മയായും അല്ലെങ്കിൽ വെളിച്ചത്തെ നന്മയായും ഇരുളിനെ തിന്മയായിട്ടുമാണ് ചിത്രീകരിക്കുന്നത്. വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം അവ ദൈവത്തെ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളും ദൈവത്തെ വിവക്ഷിക്കുന്നത് പ്രകാശത്താലാണ്. അന്ധകാരം അഥവാ ഇരുട്ട് പിശാചിൻ്റേതായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൂരിരുൾ നിറഞ്ഞ ഭൂമിയിലേക്ക് ദൈവം പ്രകാശവർഷം ഭൂമിയിൽ പ്രകാശമുണ്ടാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കതവിടെ കാണുവാനായിട്ട് കഴിയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആ വെളിച്ചം ഇരുട്ടിനെ കീറിമുറിക്കുകയാണ്. സോ വി ഫൈൻഡ് ഇൻ ദിസ് വേൾഡ് that it is filled by two things, light and darkness. There is light, there is darkness. And we call light the day and darkness the night. So human life itself is divided equally into these two things. Half of our lives are in darkness, half of our lives are in the light. Light symbolizes goodness and darkness symbolizes evil things. Light symbolizes God and darkness symbolizes the devil. These are norms in all religions. So when the earth was created, it was full of darkness. And we find in Genesis chapter 1 verse 3, God commanding, let there be light, and we find that light came into this world. It simply removed the darkness. So light has that phenomena. At the very moment light comes in, darkness runs away. We may be entering a dark room, but when we switch on the lights, we cannot see darkness anymore. So light is something which totally wipes away darkness. So it is God who named light as day. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ കാണാൻ കഴിയും, ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേർ വിളിച്ചു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി മുഴുവൻ ഇരുട്ടായിരുന്നു. ആ ഇരുൾ നിറഞ്ഞ ഭൂമിയിലേക്ക് അവൻ പ്രകാശത്തെ അയച്ചു. ആ പ്രകാശം കൊണ്ട് ഭൂമിയെ അവൻ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. അപ്പോൾ ഭൂമിയിൽ ഇരുട്ടിനെയും വെളിച്ചത്തെയും വേർതിരിച്ച് വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും പേർ കൊടുത്തതായിട്ട് തിരുവചനം സാക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ, തിന്മകൾ കൊണ്ട് നിറഞ്ഞ അഥവാ ഇരുട്ട് കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ തിന്മ നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിലേക്ക് വെളിച്ചമായിട്ടാണ് യേശു കടന്നു വരുന്നത്. തിന്മയുടെയും അനീതിയുടെയും അക്രമത്തിൻ്റെയും പാപത്തിൻ്റെയും ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അന്ധകാരത്തിൽ ഉഴലുന്ന, പാപമാകുന്ന അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന മാനവജാതിയുടെ അടുത്തേക്ക്
യേശു കടന്നു വരുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും. അപ്പോൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ വെളിച്ചമായി തീരുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായ തന്നെ അനുഗമിക്കുന്നവരെയും വെളിച്ചമായിട്ടാണ് യേശു ക്രിസ്തു വിളിച്ചിരുന്നത്. അതെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് തൻ്റെ അനുയായികളോട് പറയുന്നു. Jesus came into a world which was full of sin, which was full of wickedness, which were all phenomena of darkness. So the world was full of darkness, filled with sin, wickedness, and man was completely in darkness because the light of godliness had gone away from them. They were living in sin, they were wicked. It is at that time that Jesus, the Son of God, came into this world to remove this darkness of sin, to save mankind from this darkness of sin. And that's why Jesus declares, I am the light of the world. Whoever follows me will become light. And later on in Matthew chapter 5 verse 14 he says, he tells his disciples, you are the light of the world. You see? So when you follow me, that is when you follow light, you become lights. Lights of Jesus Christ. Many a time in today's world, people cannot recognize Jesus Christ because his followers are not emitting light as Jesus Christ. They cannot be called the light of the world because their deeds and actions are against the principles of God. Though they call themselves Christians, their actions are far from the principles of Christianity. They do things which Jesus Christ had forbidden. They do things which are grieving the Holy Spirit. So they cannot be called the light of the world. Technically, they are the light of the world because Jesus said, you are the light of the world. But to become the light of the world, the light should be produced by our actions. Only when we live according to the commandments laid down by our Master, only when we obey his principles, only then can we emit light. It's not enough that just because we are Christians we say call ourselves light. No, it's not that way. People should realize and recognize. The world should understand us. World should see us as light by our actions. Saint Paul speak to the Thessalonians and emphasize the very same thing. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുട്ടിനും ഉള്ളവരല്ല. വെളിച്ചത്തിൻ്റെ മക്കൾ ആകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു, പകലിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ഈ പകലിൻ്റെ മക്കളെ ഇരുട്ടിൻ്റെ മക്കളല്ല എന്ന് അപ്പോസ്തലൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പകലിൻ്റെ മക്കളെ ഇരുട്ടിൻ്റെ മക്കളിൽ നിന്ന് വേർതിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നാം വെറും നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് മാറും. നാം സ്വയം പകലിൻ്റെ മക്കൾ എന്ന് വിളിക്കുകയല്ല, പിന്നെ മറ്റുള്ളവർ നാം വെളിച്ചത്തിൻ്റെ മക്കളാണെന്ന് ബോധ്യപ്പെട്ട് നമ്മളെ വെളിച്ചത്തിൻ്റെ മക്കളെന്ന് വിളിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വെളിച്ചമുണ്ടാകണം. വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മിലുണ്ടാകേണ്ടത്. Children of light are recognized by their actions, how they live in this world. Jesus told his disciples, the world will know that you are my disciples by your love. It is
by the love you have shown to each other, that the world will recognize you as my disciples. But what we see in the world today, dissensions among the Christians, rivalry among the Christians, enmity among the Christians, envy among the Christians. Can the world recognize them as the disciples of Jesus Christ? Can the world see Jesus Christ through their actions? Can they be called as children of light? That's a very important thing. നിങ്ങൾ പകലിൻ്റെ മക്കളാകുന്നു എന്ന് പറയുമ്പോൾ പകലിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. സ്നേഹം കൊണ്ട്, സ്നേഹനിർഭരമായ പ്രവൃത്തികൾ കൊണ്ട്, പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകം നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ശിഷ്യന്മാരായിട്ട് കാണേണ്ടത്. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് ലോകം ഒരു പറ്റത്തെ കാണണമെങ്കിൽ, ലോകം നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകണം. ആ സ്നേഹം ഉണ്ടാകേണ്ടത് സഹനത്തിലൂടെയും ക്ഷമയിലൂടെയും എളിമയിലൂടെയും വിനയത്തിലൂടെയും സൗമ്യതയിലൂടെയുമാണ്. എന്നാൽ ഇന്ന് ലോകം എന്താണ് കാണുന്നത്? ക്രൈസ്തവ സമൂഹങ്ങൾ തമ്മിൽ, ക്രൈസ്തവ സഭകൾ തമ്മിൽ, ക്രൈസ്തവ ശുശ്രൂഷകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ 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 വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ്. പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുന്ന അവസ്ഥയാണ്. വ്യവഹാരങ്ങളിലൂടെയും മറ്റ് എല്ലാവിധമായ ശത്രുതയിലൂടെയും പരസ്പരം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അവസ്ഥയിലാണ്. സ്നേഹമാകുന്ന യേശുവിനെ അവരിൽ കൂടെ കാണുവാൻ സാധ്യമല്ല. യേശുവിനെ ശിഷ്യന്മാരെന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള അവസ്ഥ അവർ സൃഷ്ടിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് തറപ്പിച്ച് പറയുന്നത്, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. വെളിച്ചത്തിൻ്റെ മക്കൾ അഥവാ പകലിൻ്റെ മക്കൾക്ക് ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നാൽ നാം പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊള്ളണം. 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പകലിൻ്റെ മക്കളാണ്. നിങ്ങൾ പകലിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. യേശു ക്രിസ്തുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. ഏത് സാഹചര്യത്തിലും യേശു മതിയാവനെന്ന് നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അത് രോഗത്തിലോ പ്രയാസത്തിലോ ദുഃഖത്തിലോ മാത്രമല്ല, മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിലെല്ലാം യേശു ക്രിസ്തു മതിയാവനാണെന്നൊരു വിശ്വാസമുണ്ടാകണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ, നമ്മുടെ നേരെ അക്രമങ്ങളും അതിക്രമങ്ങളും പൊട്ടിപ്പുറപ്പെടുമ്പോൾ, സഹോദരന്മാർ നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ, വ്യവഹാരത്തിനുള്ള കാരണങ്ങൾ പൊന്തി വരുമ്പോഴും യേശു ക്രിസ്തുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. യേശു ക്രിസ്തുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ പരിഹാരം തേടിക്കൊണ്ട് ലോകപ്രകാരം പോകുവാൻ കഴിയാതെ വരുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ നീതിയിൽ വിശ്വാസമുണ്ടാകണം. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമല്ല, പിന്നെയോ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ സാക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള സകല സംരംഭങ്ങളിലും സകല പ്രവർത്തികളിലും പ്രവർത്തനങ്ങളിലും നമ്മൾ പകലിൻ്റെ മക്കളായിട്ട് പ്രവർത്തിക്കണം. പകലിൻ്റെ മക്കൾക്കുണ്ടാകേണ്ട വലിയ ഗുണം വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ കേവല രോഗസൗഖ്യത്തിലുണ്ട് അങ്ങനെയുള്ള വിശ്വാസമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പ്രവർത്തനങ്ങളിലും ലോകത്തിൻ്റെ പിന്നാലെ പോകുവാനിടയാകാതെ എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്, അവനെ എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്, എനിക്ക് ലോകത്തിൻ്റെ മുൻപിൽ തമ്മിലടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ലോകത്തിൻ്റെ മുൻപിൽ വഴക്കടിക്കേണ്ട കാര്യമില്ല, എൻ്റെ പ്രയാസങ്ങളും ആകുലങ്ങളും വേദനകളും സങ്കടങ്ങളും എൻ്റെ യേശുവിന് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ട് അവയെ യേശുവിനെ സമർപ്പിക്കുമ്പോഴാണ്
നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുവാൻ കഴിയുന്നത്. മാത്രമല്ല സ്നേഹമുണ്ടാകണം. രണ്ടാമതായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് മുന്നമേ പറഞ്ഞു, ദൈവം സ്നേഹമാണ്. നമ്മുടെ പ്രവർത്തികളിൽ സ്നേഹം തുളുമ്പണം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് നമുക്ക് അനുകമ്പയുണ്ടാകണം. സ്നേഹത്തിൻ്റേതായിട്ടുള്ള മുഖമുദ്രകളാണ് കരുതലുണ്ടാകണം, കരുണയുണ്ടാകണം, ആർദ്രതയുണ്ടാകണം, അനുകമ്പയുണ്ടാകണം. അതിലൂടെ യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണുവാൻ കഴിയണം. പക്ഷേ എത്രമാത്രം സ്നേഹം നമുക്ക് പരസ്പരമുണ്ട്, സമൂഹത്തോട് നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, ആ സ്നേഹം അനുകമ്പയായി, കരുണയായിട്ട്, കരുതലായിട്ട് എത്രമാത്രം നമ്മളിൽ നിന്ന് ഒഴുകുന്നുണ്ട് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ച് വാചാലമാകുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിൽ അവ എത്രമാത്രം പ്രാവർത്തികമാകുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം എത്രമാത്രം ആർദ്രതയുള്ളവരാണ്, നമ്മിൽ കരുണ എത്രമാത്രമുണ്ട്, നാം എത്രമാത്രമാണ് മറ്റുള്ളവരെ കരുതുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവയൊക്കെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള പ്രതിബിംബങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. മൂന്നാമതായിട്ട് രക്ഷയുടെ പ്രത്യാശ നമുക്കുണ്ടാകണം. പ്രത്യാശ നമുക്കുണ്ടാകണം. നമ്മുടെ കർത്താവിലൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിലെ ജീവിതം അത് ക്ഷണികമാണ്. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 70 ഏറെയാൽ 70. അപ്പോൾ ഈ ലോകം കഴിഞ്ഞിട്ട് ഈ ലോകത്തിലെ യാത്ര കഴിയുമ്പോൾ മറ്റൊരു ലോകമുണ്ട്, അവിടേക്ക് പോകുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം അതേ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അപ്രകാരം ആ കർത്താവിൻ്റേതായിട്ടുള്ള ദൈവികമായിട്ടുള്ള സ്വഭാവത്തോടുകൂടി അവൻ്റെ കൽപ്പനകളനുസരിച്ച് അവനെ പിൻപറ്റി ജീവിക്കുമ്പോഴാണ് ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോഴും പ്രത്യാശയോടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്നത്. അടുത്തതായിട്ട് 11-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയും, അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരാകണം. പകലിൻ്റെ മക്കൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവരായിരിക്കണം. ഈ ലോകയാത്രയിൽ പലപ്പോഴും സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അത് ദൈവത്തെ അറിയുന്നവർക്കും അറിയാത്തവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ പകലിൻ്റെ മക്കൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്, ദൈവജനത്തിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? യേശുവിൻ്റെ ആശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. തിരക്കേറിയ ജീവിതയാത്രയിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അവരുടെ വേദനകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ നാം പകലിൻ്റെ മക്കളാകുന്നുവെങ്കിൽ, നാം ദൈവത്തിൻ്റെ ജനമാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ, വെളിച്ചത്തിൻ്റെ മക്കളാകുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ, മറ്റുള്ളവരിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ആശ്വാസം പകരുവാൻ കഴിവുള്ളവരായിരിക്കണം. ആശ്വാസം എന്ന് പറയുമ്പോൾ ചെന്ന് ഒരു സഹതാപം അറിയിക്കുകയല്ല ആശ്വാസം. ഭയങ്കരമായിപ്പോയി, കഷ്ടമായിപ്പോയി, സാരമില്ല, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് നാക്കുകൊണ്ടുള്ള ആശ്വാസമല്ല, പ്രവൃത്തി കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയണം. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയും, യാതൊരു ചിലവുമില്ല. അതിനുപോലും ഇന്നത്തെ ലോകം മടി കാണിക്കുന്നു. ജോലി തിരക്ക്, സമയത്തിരക്ക് എന്ന് വേണ്ട മറ്റ് പലവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പലതും വെട്ടിപ്പിടിക്കുവാനുള്ള നെട്ടോട്ടത്തിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ അവരെ വാക്കുകൾ കൊണ്ട് പോലും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ദൈവജനം പോലും മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കേവല ആശ്വാസം നിർത്തുവാനല്ല, പിന്നെയോ ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നേരിടുന്ന നാനാവിധ പ്രയാസങ്ങളിൽ
ആ പ്രയാസങ്ങളുടെ അഗാധതയനുസരിച്ച് അവരുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. സഹതപിക്കുവാൻ ആർക്കും കഴിയും. 2-3 നല്ല വാക്കുകൾ പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ആർക്കും കഴിയും. എന്നാൽ ആ ശമരിയാക്കാരനെ പോലെ വഴിയിൽ കിടക്കുന്ന, അതേ കള്ളന്മാരാൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ സ്വന്തം കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് വഴിയമ്പലത്തിൽ കൊണ്ടാക്കുമ്പോൾ അവന് വേണ്ടതെല്ലാം നൽകി അവനെ മുറിവെല്ലാം വെച്ച് കെട്ടിയിട്ട് അവന് ശുശ്രൂഷിക്കുവാനുള്ള പണം അവരെ ഏൽപ്പിച്ചിട്ട് പോരാതെ വരുന്നത് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു പോകുന്ന ആ നല്ല ശമരിയാക്കാരനെ പോലെ ആയിത്തീരുന്ന നമുക്കറിയാം. ഈ ആശ്വാസം അത് പകലിൻ്റെ പ്രവർത്തനമാണ്. ആ പകലിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് വാക്കുകളല്ല, പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്ത്വനം പകർന്നു കൊടുക്കുന്ന മാർഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആദിമസഭകൾ മുതൽ ഇങ്ങോട്ട് ആതുര ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുള്ളത്. അനേകമായ ആശുപത്രികൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ലോകത്തിലെ ആശുപത്രികളിൽ നോക്കുകയാണെങ്കിൽ ഏറിയ കൂറും ക്രൈസ്തവ സമൂഹങ്ങളുടേതായിട്ടുള്ള സഭകളുടേതായിട്ടുള്ള ആശുപത്രികളാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവ പലതും ആദായ സൂത്രങ്ങളായിട്ട് അധപ്പതിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ലക്ഷ്യവും അതിൻ്റേതായിട്ടുള്ള ആ പ്രമാണങ്ങളും വ്യത്യസ്തമായിരുന്നു. ഇപ്രകാരമുള്ള ആതുര ശുശ്രൂഷകളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ വേണ്ടിയിട്ടാണ് അനേകമായ ആശുപത്രികൾ ക്രൈസ്തവ സഭകളൊക്കെയും പ്രാചീന കാലത്ത് കെട്ടിപ്പടുത്തിയത്. എന്നാൽ വർത്തമാനകാലത്ത് അവയൊക്കെ ആർദ്രത നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്ത്വനവും സമാധാനവും കൊടുക്കുവാൻ, ആശ്വാസം നൽകുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആശ്വാസം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യം, ആശുപത്രികളെ നോക്കേണ്ട കാര്യമില്ല, മറ്റാതൊരു ശുശ്രൂഷകളെ നോക്കേണ്ട കാര്യമില്ല. നാം ഭംഗിവാക്ക് പറയുകയോ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ടാകണം. ആവശ്യമായ തലങ്ങളിൽ, ആവശ്യമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് നാം ആശ്വാസമായി പ്രവർത്തിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ അവർക്ക് തമ്മിൽ കാണുവാൻ കഴിയുന്നത്, യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ കഴിയുന്നത്. അതെ, മറ്റൊരു കാര്യം കൂടി അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരസ്പരം ആത്മീയ അഭിവൃദ്ധി വരുത്തുവാൻ എന്നവരായിരിക്കണം. പരസ്പരം ആത്മീയ അഭിവൃദ്ധി വരുത്തുന്നവരായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവകൃപയിൽ പ്രവർത്തിക്കുന്നവരെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. ഞാൻ പ്രസംഗിക്കുന്നവനാണെങ്കിൽ എൻ്റെ പ്രസംഗം മറ്റവനേക്കാൾ മെച്ചമാണെന്ന് പറയുന്നതല്ല, പ്രസംഗിക്കുന്ന മറ്റൊരുവനെയും പ്രോത്സാഹിപ്പിക്കണം. എപ്രകാരമാണ് അപ്പോലോസിനെ അക്വിലയും പ്രിസ്കില്ലയും പ്രോത്സാഹിപ്പിച്ചത്, അതുപോലെ നമുക്കും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. നമ്മെക്കാൾ മെച്ചമായിട്ട് മറ്റുള്ളവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുവാനൊരു മനസ്സുണ്ടാകണം. പക്ഷേ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ അത് അന്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം വെളിച്ചത്തിൻ്റെ മക്കളായിട്ട്, പകലിൻ്റെ മക്കളായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ വക ഗുണഗണങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകണം. അത് നമ്മുടെ പ്രകാശം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ മുഖാന്തരമാകും. അങ്ങനെ വെളിച്ചത്തിൻ്റെ മക്കളായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളായി, പകലിൻ്റെ മക്കളായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പകലിൻ്റെ മക്കൾക്കുള്ള എല്ലാവിധ ഗുണങ്ങളും എന്തെന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ആ വക സ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ, പ്രവർത്തികളും പ്രവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ട് ലോകം അങ്ങേ അടിയകളിലൂടെ കാണുവാൻ തക്കവണ്ണം വഴി തുറക്കണമേ. കൃപയാൽ സൂക്ഷിക്കണമേ. തിരുനാമം മഹത്വപ്പെടാൻ വേണ്ടിയാക്കണമെന്ന് യേശുനാഥത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.